ഹലോ ഗൈസ്, നല്ല പഞ്ഞി പോലത്തെ ആരൊക്കെ വന്നിട്ടില്ല കലത്തപ്പം എങ്ങനെ നമുക്ക് കുക്കറിൽ മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആ കാണുന്ന ചായക്കപ്പ് ഉണ്ടല്ലോ, അതിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചിരകിയത് വേണം. അപ്പോൾ അതിലൊരു അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ഒരു മീഡിയം സൈസിലുള്ള ജാർ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്യാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം 6-7 ചേർക്കുക, അല്ലെങ്കിൽ 3 മാത്രം ചേർത്താൽ മതിയാകും. അര കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. 2 കപ്പ് അരിപ്പൊടിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വെള്ളം കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ ആദ്യം പൊടി ചേർക്കുക, എന്നിട്ട് 1 കപ്പ് ആദ്യം വെള്ളം ചേർത്തിട്ട് അതൊന്ന് സ്പൂണ് വെച്ച് ബാലൻസ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അരക്കപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കുക. അതാവുമ്പോൾ ബാറ്ററി നല്ല കട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഫൈൻ ബാറ്ററായിട്ട് കിട്ടും. ഓരോ പൊടിയുടെ ഇത് കൊണ്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ബാറ്ററി നല്ല തിക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ കുറച്ചൊക്കെ ലൂസായിട്ട് കിട്ടും. എന്നാലും തിക്കായിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി വെള്ളം കൂട്ടി ഒഴിക്കാനൊന്നും നിൽക്കരുത്. അപ്പോൾ അതൊന്ന് അടിച്ചടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഉള്ളത്. തിക്കായിട്ട് ഇരിക്കുന്ന ഒരു ബാറ്ററായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം തിക്നെസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത്. ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ശർക്കര പാനി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ലൂസായി കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചിട്ടെടുത്തതാണ്. ഇനി ശർക്കര പൊടി ഡയറക്റ്റ് ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കരപ്പൊടിയും അതുപോലെ തന്നെ ഇതിൽ 1/4 കപ്പിന് താഴെ കണ്ടിട്ട് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആവാനുണ്ട്. സോ അതുകൂടി കഴിഞ്ഞാൽ ഇത് നമ്മൾ ചൂടോടെ തന്നെ നമ്മളെ മാവിലേക്ക് സെർവ് ചെയ്യണം. ഇനിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആവണം കേട്ടോ. ഇത് ചൂടോടെ ഞാനിത് ക്യാമറ ഒക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒഴിച്ച് കഴിഞ്ഞ് അതൊന്ന് വീഡിയോയിൽ പകർത്തിയെടുത്തതിന് ശേഷമൊക്കെയാണ് ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ കട്ടകളൊക്കെ കുത്തിയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററി ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതേ ടേബിൾ സ്പൂൺ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളി കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് മാവിൽ ഉപ്പ് അതുപോലെ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ ഉപ്പ് അതുപോലെ ബേക്കിംഗ് സോഡ ഇത് നമ്മൾ കുക്കറിലോട്ട് പാരണതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ മാവിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വേഗം നമ്മുടെ ഉള്ളി തേങ്ങാക്കൊത്ത് അതൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം നമ്മുടെ മാവ് കുക്കറിലോട്ട് പാരാനായിട്ട്. അപ്പോൾ ഇതാ അത് ഇങ്ങനെ തന്നെ ഇളക്കാതെ 1 മിനിറ്റ് നേരം വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് മൂടി അടച്ചിടാം. പിന്നെ ആ ലോ ടു ഫ്ലെയിമിൽ തന്നെ അങ്ങനെ ഇരുന്ന് ആയിക്കോളും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ കാണാം നമുക്ക് ഇങ്ങനെ ഒരു ബബിൾ പോലൊക്കെ
ആ വിസിലിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നന്നായിട്ട് ആവി പോകുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. പിന്നെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടതിന് ശേഷം 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കർ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ മൂടി ഭാഗത്ത് വെള്ളം നിൽക്കുന്നുണ്ട്, അതൊന്നും ഉള്ളിലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകം. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ കലത്തപ്പം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം, തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ ചെറിയ ചൂടിലാണ് എടുത്തത്, അതാണ് സൈഡ് വക്ക് ഒന്നിങ്ങനെ പൊട്ടിപ്പോയ മാതിരി തോന്നുന്നുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടാൽ തന്നെ അറിയാം ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.